സംസ്ഥാനം ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. മാസം 80 ലക്ഷം രൂപ വാടക. ഇന്നലെ സംസ്ഥാനത്ത് അതിസങ്കീർണമായ ഒരു സംഭവമുണ്ടായി. ആലൻ ഷെറിൻ ജോസഫ് എന്ന് പറയുന്ന 10 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ അവയവം 4 കുരുന്നുകൾക്കാണ് പുതുജീവൻ നൽകുന്നത്. പക്ഷെ അത് എത്തിക്കാനായിട്ട് ആംബുലൻസ് വേണ്ടി വന്നു. ഈ സംവിധാനം ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. ഇതേക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിനും ഉത്തരവുമില്ല. ഇങ്ങനെയൊക്കെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയുന്ന ഒരു സർക്കാരിൽ നിന്ന് നമുക്ക് ഉത്തരം പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇന്നിപ്പോൾ സ്വാഭാവികമായിട്ടുള്ള പിന്നെ ഒരു മനസ്സിന് പോലും സ്വീകരിക്കാൻ പറ്റാത്ത വാർത്തകളാണ് ദിവസം തോറും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ആഗോള അയ്യപ്പ സംഘവും അതിൻ്റെ ബജറ്റിങ്ങും മറ്റേ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ അവർ പങ്കെടുത്തിട്ട് പോലും ഇല്ല, പക്ഷെ അവരുടെ പേരിലും കാശൊക്കെ എഴുതി മാറ്റിയിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള നഗ്നമായ സംഗതികൾ ഇങ്ങനെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു പരമ്പരയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തുള്ളൊരു പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ എന്ത് വേണമെങ്കിലും നടക്കാം എന്നുള്ളതാണ്. ഏത് അസാൻമാർഗിക പ്രവൃത്തികളോ അതല്ലെങ്കിൽ ഇപ്പോൾ അസാൻമാർഗികം എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ ഇവിടുത്തെ ചില ബുദ്ധിജീവികളും ഇടതുപക്ഷക്കാരും ഒക്കെ കയറി വേണമെങ്കിൽ നമ്മളെ പാരമ്പര്യവാദികൾ എന്നൊക്കെ വിളിക്കും. ഏത് വൃത്തിയായിട്ട് പരിപാടിയെന്ന് വെച്ചോട്ടെ, നമ്മളതേ ഉദ്ദേശിക്കുന്നുള്ളതുകൊണ്ട്. അതേസമയം നമ്മൾ മുഴുവൻ സമയം ചർച്ച ചെയ്യുന്നത് എന്താണ്? 24/7 ചർച്ച ചെയ്യുന്നത് നമ്മുടെ ചാനലുകളിലെടുത്താലും നമ്മുടെ സോഷ്യൽ മീഡിയയിലെടുത്താലും 2 വിഷയങ്ങളാണ്. ഒന്ന്, ഈ കള്ളം, മോഷണം, അടിച്ചു മാറ്റൽ. 2, ഏത് രീതിയിലാണെങ്കിലും അതാണ് ഏറ്റവും കൂടുതൽ മുഴച്ചു നിൽക്കുന്നത്. 24/7 എല്ലാ സമയവും മുഴച്ചു നിൽക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ പീഡനം, അതല്ലെങ്കിൽ പെൺവിഷയം. ഈ 2 വിഷയമാണ് കേരളം മുഴുവൻ സമയം ചർച്ച ചെയ്യുന്നത്. ഇത് നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ ഒരു രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കേസായിക്കോട്ടെ, അതിനകത്തും ഒരു സ്ത്രീ പീഡന കേസിൻ്റെ ഒരു ബന്ധമുണ്ടാവും. പിന്നെ മറ്റൊരു ചർച്ചയാണെന്നുണ്ടെങ്കിലോ അതൊരു കൊള്ളയുടെയോ കള്ളത്തിൻ്റെയോ ആയിരിക്കും. ഇതിങ്ങനെ മുഴുവൻ സമയം കേട്ട് മനുഷ്യൻ ഈ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇൻസെൻസിറ്റീവ് ആവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കഥയുണ്ട്. കൊച്ചിയിലൊരു സ്ഥലത്ത് ഒരാളൊരു മകളെ കെട്ടിച്ചു വിടുന്നു. ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ അവിടെ ഈ ആ പെൺകുട്ടിക്ക് ഈ കല്യാണമൊക്കെ ഉറപ്പിച്ചതിന് ശേഷം ഈ പയ്യനുമായിട്ടൊക്കെ നല്ല സൗഹൃദമൊക്കെ ഉണ്ടാക്കി, നല്ല സ്നേഹമൊക്കെ തന്നെയാണ്. പക്ഷേ കല്യാണം കഴിച്ച് ഈ യുവാവിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് പിറ്റേന്ന് രാവിലെ ഈ പെൺകുട്ടി അവളുടെ അച്ഛനെ വിളിച്ച് പറഞ്ഞു, അച്ഛാ, എനിക്ക് ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല, അപ്പോൾ അതുകൊണ്ട് കല്യാണം എനിക്ക് ബന്ധം ഒഴിയേണ്ടി വന്നാൽ പോലും എനിക്കിവിടെ താമസിക്കാൻ പറ്റത്തില്ല എന്ന്. അപ്പോൾ ഈ അച്ഛൻ എന്തോ ഒരു അസൗകര്യം കാരണം 2 ദിവസം വൈകിട്ട് വരാം, എന്തായാലും ശരി, ഇതിനൊക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് പോരാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2-ാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം ഈ അച്ഛൻ വിളിക്കുന്നു. അച്ഛൻ വിളിച്ച സമയത്ത് മോള് പറഞ്ഞു, അച്ഛാ, ഇപ്പോൾ വലിയ പ്രശ്നമില്ല, ഇപ്പം ഞാൻ അന്ന് ആദ്യം വന്ന ദിവസം ഉണ്ടായിരുന്നൊരു സ്മെല്ലായിരുന്നു, ഈ വേസ്റ്റിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ കൂട്ടിക്കിടക്കുന്നതിൻ്റെയൊക്കെ ഒരു സ്മെല്ലാണ്, അപ്പോൾ അതുകൊണ്ട് ഇപ്പം വലിയ പ്രശ്നമില്ല, ഇപ്പം ഇവിടെ വളരെ ഹാപ്പിയാണെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞ ഒരവസ്ഥയാണെന്ന് മലയാളിയുടെ അവസ്ഥ. ഏത് വൃത്തികേടും ഭരണ അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് ഇന്ന് കേരളത്തെ കാണിക്കാം, എന്ത് പരസ്യമായിട്ട് വേണമെങ്കിലും കാണിക്കാം, ഒരു സംശയമില്ല. അവർക്കറിയാം എന്താ സംഭവിക്കാൻ പോകുന്നത്. 2 ദിവസം ചാനൽ ചർച്ച, സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു സംഗതി, അതിനെ എതിർക്കാനായിട്ടൊരു വിഭാഗം ഭയങ്കരമായിട്ട് തെറിയും വിളിച്ചുകൊണ്ട് വരും. ഈ 2 ദിവസം ചർച്ചയ്ക്കുള്ള സ്പേസ് കൊടുക്കും. 3-ാം ദിവസം അതിമനോഹരമായ വേറൊരു വിഷയം ഇട്ട് കൊടുക്കും. അപ്പോഴത്തേക്ക് മുഖ്യധാരാ മാധ്യമങ്ങൾ അതിനകത്ത് കയറി പിടിച്ച് കേരളത്തിൻ്റെ എന്തോ സാധനം ഇങ്ങനെ ബിഗ് ബ്രേക്കിംഗ് എന്നാണല്ലോ പറയുന്നത്. ഇവർക്ക് എല്ലാ വാർത്തകളും ഇപ്പോൾ ചാനലിൽ നോക്കുക, ഇവർക്ക് ലജ്ജയില്ലെന്ന് ആലോചിക്കുന്നത്. എല്ലാം പറയുന്നത് ബിഗ് ബ്രേക്ക്, ചാനലിൻ്റെ പേരും പറയും, അത് കഴിഞ്ഞിട്ട് ബിഗ് ബ്രേക്കിംഗ് എന്ന് പറയും. അപ്പോൾ ഈ വാർത്തയെന്ന് പറഞ്ഞാൽ തന്നെ, ഈ ചാനലുകൾ തുറന്നു കഴിഞ്ഞാൽ തന്നെ എല്ലാ വാർത്തകളും ബിഗ് ബ്രേക്കിംഗ് ആണ്. അതേപോലെ തന്നെ ഈ ചാനൽ മാധ്യമ പ്രവർത്തകരുണ്ടല്ലോ, വാർത്ത അവതരിപ്പിക്കുന്നത്, അവരെല്ലാവരും പറയുന്നത് ഞെട്ടിക്കുന്ന വാർത്തകൾ. അങ്ങനെയാണെങ്കിൽ 24/7 മലയാളി ഇങ്ങനെ ഞെട്ടിയിട്ടിരുന്ന ആ ഞെട്ടൽ എന്നുള്ളത് സ്വാഭാവികമായ ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. എല്ലാ വാർത്തകളും ബിഗ് ബ്രേക്കിംഗ് ആവുന്നു. അപ്പോൾ ബിഗും സ്മാളും തമ്മിലുള്ള വ്യത്യാസമില്ല ഉണ്ടാകുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ഇൻസെൻസിറ്റിവിറ്റി കേരളത്തെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏത് വൃത്തികേടുകൾ വേണമെങ്കിലും അധികാരത്തിലിരിക്കുന്ന വ്യക്തികൾക്ക് കാണിക്കാം.
2 ദിവസം ചാനൽ ചർച്ച, സോഷ്യൽ മീഡിയയിലെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംഗതി, അത് കഴിഞ്ഞിട്ട് അതിനെ പ്രതിരോധിച്ചുകൊണ്ടുള്ള ഒരു പോരാളി കൂട്ടം, ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് വേറൊരു പുതിയ വിഷയം. ഇത് ഈ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട്, വിശേഷിച്ചും ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ, ഒരു ഒന്നാം പിണറായി സർക്കാരിൻ്റെ പകുതി തൊട്ട് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് വിഷയം വന്ന അന്ന് തൊട്ട് ഈ ഒരു പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സർ ഇതിപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തൊന്നും അതിശയമില്ല. കാരണം ഇപ്പം 80 ലക്ഷം രൂപ മാസം വാടക കൊടുത്തിട്ടാണ് ചിപ്സൺ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. 25 മണിക്കൂർ പറക്കാം. 5 മണിക്കൂർ അവയവമാറ്റത്തിന് കൊടുക്കണമെന്നുണ്ട് കണ്ടീഷനിൽ. ആ പറക്കുന്നതിൽ 5 മണിക്കൂർ ഈ അവയവം അങ്ങോട്ടും ഇങ്ങോട്ടും. യഥാർത്ഥത്തിൽ ഈ ഹെലികോപ്റ്ററിൻ്റെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കേണ്ടത് ഇത്തരം ആവശ്യങ്ങൾക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 3-4 മണിക്കൂർ കൊണ്ട് ഒരു ആംബുലൻസ് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ആ കുട്ടികൾ 4 പേരുടെ രക്ഷയേക്കാൾ ഉപരി ഈ ഇതിനിടയ്ക്ക് മനുഷ്യരനുഭവിക്കുന്ന ഒരു സമ്മർദ്ദം ഉണ്ടല്ലോ, ഒന്നും വേണ്ട, ഡ്രൈവർ അനുഭവിക്കുന്ന ഒരു സമ്മർദ്ദമുണ്ട്. സർ 3 മണിക്കൂർ 27 മിനിറ്റ് കൊണ്ടാണ് ഇവിടെ നിന്ന് അവിടം വരെ എത്തിയത്. ആദ്യം കിംസിൽ, മെഡിക്കൽ കോളേജിൽ, പിന്നീട് RCCയിൽ ശ്രീചിത്രയിലേക്ക് എത്തിക്കുന്നു. സാറ് പറഞ്ഞതുപോലെ ആ ഒരു ആംബുലൻസ് ഡ്രൈവറുടെ ഒരു സമചിത്തത കൈവിട്ടു പോയി കഴിഞ്ഞാൽ പ്രശ്നമായി. അത് മാത്രം അതിനകത്തിരിക്കുന്നവരോ, ഈ ആംബുലൻസിനകത്ത് മനുഷ്യരല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇത് അവരുടെ ജീവന് യാതൊരു വിലയില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇത്രയും സമയം അതിനകത്ത് അവിടെ ചെന്നെത്തിയതിന് ശേഷം മാത്രമേ ഇത്രയും വേഗതയിൽ പോകുമ്പോൾ അവിടെ എത്തിയെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ ഇത് ഇതൊരു ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂ ആണ്. മനുഷ്യൻ്റെ മനുഷ്യനെ പീഡിപ്പിക്കുന്നൊരു പ്രക്രിയ കൂടിയാണ്. അപ്പോൾ ഈ ഒരു സംവിധാനം എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്? അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഈ വിവരാവകാശ കമ്മീഷൻ പ്രകാരം ചോദിച്ച സമയത്ത് ഇത് രഹസ്യമാണെന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയുടെയും കേരളത്തിൻ്റെ ഭാഗമാണല്ലോ, അല്ല ഇന്ത്യയുടെ ഭാഗമാണല്ലോ കേരളം. കേരളത്തിൻ്റെ ഉൾപ്പെടെയുള്ള ഈ രാജ്യസുരക്ഷാ കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു കേന്ദ്ര പ്രതിരോധ വകുപ്പ് തന്നെയാണ്, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണ് നോക്കുന്നത് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ രാജ്യസുരക്ഷ പ്രശ്നങ്ങൾ കാരണമാണോ ഇത് ഈ രഹസ്യം വിളിക്ക് വിടാത്തതെന്ന് നമുക്ക് നിശ്ചയമില്ല. ഈ അതിർത്തിയുമായി ബന്ധപ്പെട്ടിട്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിൽ ഇനി സാർ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് പുറത്തുവിടണ്ടേ? ഇതിൽ കൃത്യമായി ചോദിക്കേണ്ടത്, മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവം കൊണ്ടുപോകാനായിട്ട് എത്ര തവണ ഉപയോഗപ്പെടുത്തി എന്ന് ചോദിക്കുന്നുണ്ട്. അതൊരു വാല്യുവബിൾ ക്വസ്റ്റ്യൻ അല്ലേ? അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഇവർക്ക് മറുപടി പറയാമല്ലോ. സുരക്ഷയുമായി ബന്ധപ്പെട്ടത് പറയണ്ടേ? മാത്രമല്ല അങ്ങനെ പോകണം എന്നുള്ളൊരു പ്രൊവിഷനും ഉണ്ട്. ഇപ്പം 25 മണിക്കൂറിൽ എനിക്ക് തോന്നുന്നു 5 മണിക്കൂറാണെന്ന് തോന്നുന്നു ഈ മറ്റേ ഈ അവയവം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ നീക്കി വെച്ചിരിക്കുന്ന സമയം. കാര്യം ഈ 25 മണിക്കൂറിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടോന്ന് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്, അല്ലേ? 25 അത്രയാണ്. അതായത് അവയവം കൊണ്ടുപോകാൻ 5 വർഷത്തിനിടെ 6 തവണ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഈ അവയവദാനത്തിനുള്ള സർക്കാർ ഏജൻസിന്റെ കേസ് അതിന്റെ ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 6 തവണ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ 6 തവണ എന്തിനു വേണ്ടി എന്നുള്ളത് അറിയാൻ ജനങ്ങളോട് പറയാൻ ഇവർ ബാധ്യസ്ഥരല്ലേ? തീർച്ചയായിട്ടും. മാത്രമല്ല ഇപ്പൊ ഇതിന്റെ 5 മണിക്കൂർ ടൈം കഴിഞ്ഞു നിൽക്കട്ടെ, എങ്കിലും ഈ ഹെലികോപ്റ്റർ ഉപയോഗിക്കാൻ സംസ്ഥാന സർക്കാരിന് ബാധ്യസ്ഥതയില്ലേ? കാരണം ഇവിടെ ഇത്രയും ആൾക്കാർ എന്തായാലും ഇത് ചെയ്യാൻ തീരുമാനിച്ചു. തീരുമാനിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് വളരെ അതിൻ്റെ എഫിഷ്യൻ്റായിട്ട് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കുക, കുട്ടികളുടെ ജീവൻ രക്ഷപ്പെടുന്ന സംഗതിയും കൂടെയാണ്. അപ്പോൾ അത് ഒരു കാരണവശാലും അത് മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. അതിനുപയോഗിക്കാൻ തന്നെയാണ് സംസ്ഥാന സർക്കാർ എടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് ഇത്തരം സന്ദർഭങ്ങളിലാണ്. പിന്നെ അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങളും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഹെലികോപ്റ്റർ സംസ്ഥാന സർക്കാർ വാടകയ്ക്കെടുത്ത് സൂക്ഷിക്കുന്നതിൽ യാതൊരു കുറ്റവും പറയാൻ പറ്റത്തില്ല. പക്ഷേ അത് ഉപയോഗിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ ആവശ്യത്തിനും സംസ്ഥാനത്തിൻ്റെ ഭരണം നിർവഹിക്കുന്നതിനുമായിരിക്കണം. ഈ ഭരണം നിർവഹിക്കുന്നതിനാണെന്നുണ്ടെങ്കിൽ അത് രഹസ്യമായിട്ട് വയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് അപ്പോൾ ഭരണനിർവഹണത്തിനല്ലാതെ മറ്റു പല ആവശ്യങ്ങൾക്കും ഈ ഹെലികോപ്റ്റർ 80 ലക്ഷം രൂപ മാസം കൊടുത്ത് ഉപയോഗിക്കുന്ന ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് ചിലപ്പം കുടുംബാംഗങ്ങളുടെ സൗകര്യത്തിന് ഉപയോഗിച്ചായിരിക്കാം. ആ ചോദ്യം ഉണ്ട്, ഒരുപക്ഷെ ആ ചോദ്യമായിരിക്കാം ഇവർ അലട്ടിയിട്ടുണ്ടാവുക. ചിലപ്പോൾ കൊച്ചുമൊക്കൊക്കെ ചിലപ്പോൾ ഒരു തമാശയ്ക്ക് ചിലപ്പോൾ ഒന്ന് രാവിലെ തോന്നുകയാണ് എനിക്കൊന്ന് കൊച്ചിയിലെ വീഗാർഡിൽ പോയിട്ട് വരണം എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പം ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വീഗാർഡിൽ കൊണ്ടുപോയിട്ട് ഉച്ചയ്ക്ക് ലഞ്ച് സമയത്ത് ചിലപ്പോൾ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക്
വീഗാലാൻഡിൽ ഒക്കെ ഇപ്പം വണ്ടർലൊക്കെ ഇല്ലേ, ആ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാവാം. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരു പക്ഷേങ്കിൽ ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവിടാൻ മടി കാണിക്കുന്നത്. കാര്യം ഇത് നമുക്ക് ഉറപ്പില്ല പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. പക്ഷേ ഇങ്ങനൊരു സംശയം ഒരു സാധാരണ മലയാളി എന്ന നിലയിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ സർക്കാരിന് പറ്റത്തില്ല. ഇപ്പം ഞാൻ വിശ്വസിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ പറയുകയാണ്, ഈ മുഖ്യമന്ത്രിയുടെ ചെറുമകന് രാവിലെ കൊച്ചിയിൽ വന്നിട്ട്, അതല്ലെങ്കിൽ ഒരു ട്യൂഷന് വന്നിട്ട്, ഏതെങ്കിലും ഒരു അധ്യാപകൻ്റെ ട്യൂഷന് വന്നിട്ട് തിരുവനന്തപുരത്ത് എത്തണം. അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ ചെറുമകൻ ഇത് ഉപയോഗിച്ചിട്ട് രാവിലെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് കൊച്ചിയിൽ വന്ന് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോയി എന്ന് ഞാൻ സംശയിക്കുന്നു. ഈ സംശയത്തിന് ഇട നൽകുന്നത് ഇതിൻ്റെ വിവരങ്ങൾ രഹസ്യമായിട്ട് വയ്ക്കുന്നതിൻ്റെ പേരിലാണ്. മറിച്ച് ഇത് വളരെ പരസ്യമാക്കാൻ പാടില്ലേ? ഇത് കരാർ വളരെ പരസ്യമല്ലേ? ഇപ്പോൾ ചിപ്സനുമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കരാർ എന്ന് പറഞ്ഞാൽ വളരെ പരസ്യമാണ്. അപ്പോൾ അതുപോലെ ഇത് എന്തിനു ഉപയോഗിച്ചു? ഇത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഈ തീവ്രവാദികളുടെയോ അല്ലെങ്കിൽ ഈ ടെററിസ്റ്റുകളുടെയൊക്കെ പ്രവർത്തനങ്ങൾ, തീവ്രവാദ പ്രവർത്തനങ്ങൾ നമ്മുടെ കാട്ടിലൊക്കെ കേന്ദ്രീകരിച്ചുണ്ടെങ്കിൽ ആ വിവരങ്ങൾ വേണമെങ്കിൽ മാറ്റി വെച്ചോളൂ. അതെ, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പക്ഷേ ഈ പറയുന്ന വിവരാവകാശ രേഖ പ്രകാരം ചോദിച്ചിട്ടില്ല എന്നുള്ളതെല്ലാം നമുക്ക് മനസ്സിലാവുന്നു. അതെ അതെ. എന്നിട്ടും മറച്ചു വെക്കുക എന്ന് പറയുമ്പോൾ ഇത്തരത്തിലൊക്കെ ഒരു അഴിമതി എന്നൊക്കെ പറഞ്ഞ് മടുത്തു സർ. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഈ അഴിമതി എന്ന് പറയുന്ന സംഗതി ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എപ്പോഴും പറയാനുള്ള സംഗതിയാണ്. ഈ ഒക്ടോബർ പാസ് ഇവിടെ അംബാസഡർ ആയിരുന്ന സമയത്ത്, ഇന്ത്യയിൽ മെക്സിക്കൻ അംബാസഡർ ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു സ്ത്രീ വിമോചക പ്രവർത്തകയൊക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അവർക്ക് ഡൽഹിയിലെ ഈ സ്ത്രീ വിമോചന പ്രവർത്തകർ ഒരു സ്വീകരണം കൊടുത്തു. ആ സ്വീകരണം കൊടുത്തപ്പോഴത്തേക്ക് അതിനകത്തൊരു സ്ത്രീ എഴുന്നേറ്റ് ചോദിച്ചു, മാം ഹാവ് യു സോൾവ് യുവർ പ്രോബ്ലം ഓഫ് പ്രോസ്റ്റിറ്റ്യൂഷൻ ഇൻ യുവർ കൺട്രി എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ഇറ്റ് വാസ് സിമ്പിൾ, വി മെയ്ഡ് ഇറ്റ് യൂണിവേഴ്സൽ. നമ്മളതിനെ സാർവത്രികമാക്കി എന്ന് പറഞ്ഞതുപോലെയാണ്. അപ്പോൾ അത് സാർവത്രികമായി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ അഴിമതിയാണെങ്കിലും ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ PT കുഞ്ഞുമുഹമ്മദിന് എതിരെയുള്ളൊരു പീഡന കേസ് വന്നു. അതെങ്ങനെയാണ് നീങ്ങുന്നത്? ഡോക്ടർ ബിന്ദു ആ മന്ത്രിസഭയിലെ ഒരു വനിതാ അംഗം കൂടിയാണ്, കോളേജ് പ്രൊഫസറാണ്. അപ്പോൾ അവരും പറഞ്ഞിരിക്കുന്നതാണ്, PT കുഞ്ഞുമുഹമ്മദിൻ്റെ എതിരെയുള്ള കേസിൽ സർക്കാർ എല്ലാം ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് നേരിട്ട ആ സ്ത്രീ ഡോക്ടർ ആശ അച്ചി ജോസഫ് അല്ലേ? അപ്പോൾ അവർ പരസ്യമായ രംഗത്തൊന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല, അതങ്ങനെ പറയും. 2 ദിവസം ചർച്ച ചെയ്യും. അത് ആ 2 ഡേ ഫോർമുലയാണ്. അതായത് 2 ഡേ ഡിസ്കഷൻ കൊടുക്കും. കാരണം അതുകൊണ്ട് ചാനലുകാർ വളരെ ഹാപ്പിയാണ്. കാര്യം അവർക്ക് റേറ്റിംഗ് കൂട്ടാൻ പറ്റുന്ന സംഗതി ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ വിൽ ബി ആക്റ്റീവ്. 3rd ഡേ, ഒരു 3rd or 4th ഡേ ഓരോരോ വിഷയങ്ങളുടെ രീതി അനുസരിച്ചിരിക്കും. ഒരു വയറൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ ഒരു എമ്പൊക്കെ വിടുന്ന സമയമാകുമ്പോഴത്തേക്ക് വേറൊരെണ്ണം ഇട്ട് കൊടുക്കും. സെയിം തിങ് ഇവിടെ സംഭവിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിന് നിങ്ങൾ ഇതുവരെ തന്ന സഹകരണത്തിന് നന്ദി പറയുകയാണ്. ഒപ്പം ഈ സഹകരണം ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക.